പലപ്പോഴും കെട്ടപ്പെട്ടതായി നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ അൺഫൊർഗിവ്നെസ്സിൻ്റെ കെട്ടലുകളാണ്. ക്ഷമിക്കാത്ത അവസ്ഥകൾ ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തോ എവിടെയാണോ അവിടെ ആയിരുന്നു കൊണ്ട് ഒന്ന് തീരുമാനം എടുക്കുക. ഞാൻ ക്ഷമിക്കാൻ പോവാണ്. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഫൊർഗിവ്. ആരൊക്കെ എന്നെ ഇതുവരെ വേദനിപ്പിച്ചോ, ചെറുപ്പകാലത്തോ കൗമാരപ്രായത്തോ അല്ലെങ്കിൽ യൗവനത്തിലോ അല്ലെങ്കിൽ ഏത് സമയത്തായാലും ഓരോരുത്തർ ഇങ്ങനെ എടുത്ത് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. നേരിട്ട് പറയാൻ പറ്റിയ നേരിട്ട് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ പറയാം, ഈ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു, സാരില്ല പോട്ടെ. ദൈവത്തിലൊക്കെ സ്നേഹിച്ചില്ലേ, ദൈവത്തിലൊക്കെ ക്ഷമിച്ചില്ലേ. മാനുഷികമായിട്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. അപ്പോൾ ക്ഷമിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ഈശോ തന്നെ നിങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് ക്ഷമിക്കാനുള്ള കൃപ തരട്ടെ. ആ ഒരു കൃപ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്ഷമിക്കാം. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ഓരോരുത്തരും ക്ഷമിക്കാനുള്ള കൃപ സ്വീകരിക്കുക. ആ കൃപ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ. ക്ഷമിക്കാനുള്ള കൃപ വളരെ ഈസി ആയിട്ട് ക്ഷമിക്കാൻ പറ്റും. നിങ്ങൾ തന്നെ പറയും, ഇത്ര നാൾ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു, ഇത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, എന്ത് ഈസി ആയിട്ട് ക്ഷമിക്കാൻ പറ്റിയേ. യെസ്, ഈസി ആയിട്ട് ക്ഷമിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള വലിയ കൃപ പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധ റൂഹ നിങ്ങൾക്ക് തരട്ടെ, നിങ്ങൾക്കത് കിട്ടട്ടെ. ചില വ്യക്തികളോട്, ചില ഗ്രൂപ്പുകളോട്, ചില സാഹചര്യങ്ങളോട് ഒക്കെ ക്ഷമിക്കാൻ പറ്റാത്ത ഓരോന്നെടുത്ത് ജസ്റ്റ് പറയാം, ദൈവമേ ക്ഷമിക്കാനുള്ള കൃപ അങ്ങ് തന്നല്ലോ, ആ കൃപ ഉപയോഗിച്ച് ഞാൻ ക്ഷമിക്കുന്നു, ഇന്ന വ്യക്തിയോട് ക്ഷമിക്കുന്നു, ഐ ഫൊർഗിവ്. സാരില്ല പോട്ടെ, വിട്, ലെറ്റ് ഗോ. ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് വിട്, ലെറ്റ് ഗോ. ഇപ്പം തന്നെ വിടാൻ പറ്റട്ടെ. ടൈറ്റായിട്ട് ഇരിക്കുന്ന മസിലുകൾ, മാംസപേശികളൊക്കെ ഒന്ന് ലൂസാവട്ടെ. ജസ്റ്റ് ലീവ് ഇറ്റ്, വിട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ കൃപ കിട്ടട്ടെ. ടൈറ്റായിട്ട് പിടിച്ചിരിക്കുന്നു, ജസ്റ്റ് ലീവ് ഇറ്റ്. നിങ്ങൾ കടബാധ്യത ഉള്ളവരായിരിക്കാം, ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം ഇത്രയും പൈസയുടെ കാര്യം, അത് ഇങ്ങനെ കൂടുതൽ ന്യായങ്ങൾ നിരത്തുന്നതിന് പകരം ജസ്റ്റ് ഐ ഫൊർഗിവ്. ദൈവം എന്തെങ്കിലും വഴി എനിക്ക് കാണിച്ചു തരും. പരിശുദ്ധാത്മാവ് എന്നെ നയിക്കും. എൻ്റെ കാവൽ മാലാഖ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പേരിൻ്റെ വിശുദ്ധ എൻ്റെ കൂടെയുണ്ട്. വിശുദ്ധരെന്നെ സഹായിക്കാനുണ്ട്. മാലാഖമാരുണ്ട്. മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മുഖ്യദൂതന്മാരുണ്ട്, മറ്റ് മുഖ്യദൂതന്മാരുണ്ട്. കുറേ പേരുണ്ട്, എന്നെ സഹായിക്കാൻ കുറേ പേരുണ്ട്. ഈ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു. ഇനി കാര്യം നടക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുന്നേ, എന്തെങ്കിലും ഒരു വഴി കർത്താവ് കാണിച്ചു തരും. ഏതെങ്കിലും ഒരു വാതിൽ കർത്താവ് തുറക്കും, ഉറപ്പായും തുറക്കും. ഞാനും ഇവിടെയുള്ള ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ കർത്താവ് നിങ്ങൾക്കായി തുറക്കട്ടെ. ഇനി ചില ആവശ്യമില്ലാത്ത വാതിലുകൾ തുറന്നു കിടക്കുന്നുണ്ടെങ്കിൽ അത് അടയ്ക്കപ്പെടട്ടെ. ചില വാതിലുകളൊക്കെ നമ്മൾ അടയ്ക്കണം, ചിലത് തുറക്കണം, ചിലത് കർത്താവിനെ തുറക്കാനായിട്ട് അനുവദിക്കണം, ചിലത് അടയ്ക്കാനായിട്ട് അനുവദിക്കണം. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് ഒരു തീരുമാനം എടുക്കുകയാണ്. എന്ത്? ഞാൻ ക്ഷമിക്കുന്നു. ആ വ്യക്തി എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ, എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ക്ഷമിക്കുന്നു. ഐ ഫൊർഗിവ്. അപ്പം തന്നെ ഉള്ളിൽ ഒരു സ്വാതന്ത്ര്യം, ഒരു ദൈവിക സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇനി ക്ഷമിച്ചു, കാര്യം എങ്ങനെ നടക്കും? ഡോണ്ട് വറി, കാര്യം കർത്താവ് നടത്തും. എന്തെങ്കിലും വഴികൾ തുറക്കും. ചിലപ്പോൾ നമ്മൾ ആ ക്ഷമിച്ച ആ നിമിഷം തന്നെ ചില വഴികൾ തുറക്കും. പലപ്പോഴും പല വഴികൾ അടഞ്ഞിരിക്കുന്നത് ഈ ക്ഷമിക്കാത്തതുകൊണ്ടാണ്. ബിക്കോസ് യു ഡോണ്ട് ഫൊർഗിവ്. സോ നമ്മൾ ക്ഷമിക്കാത്തത് കൊണ്ട് അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ തുറക്കട്ടെ. ക്ഷമിക്കാൻ തീരുമാനിക്കാം. യെസ് ഓർ നോ? പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ വലിയ കൃപകൾ, അനുഗ്രഹങ്ങൾ, സ്നേഹം, സന്തോഷമൊക്കെ നിങ്ങളെ നിറയ്ക്കട്ടെ. Rain the Holy Ruach, Lord,
reign forevermore.